അനാരോഗ്യം ചൂണ്ടിക്കാട്ടി ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് ജഗ്ദീപ് ധൻഖർ രാജിവെച്ചതോടെയാണ് കോൺഗ്രസ് നേതൃത്വവുമായി കലഹം തുടരുന്ന ശശി തരൂരിന് വേണ്ടി ബി.ജെ.പി. ദേശീയ നേതൃത്വം വഴിവെട്ടുകയാണെന്ന അഭ്യൂഹം ഏറിയത്. തരൂരുമായി സഹകരിക്കാനില്ലെന്ന് സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളടക്കം നിലപാട് പരസ്യമാക്കിയതിന് പിന്നാലെയാണ് ബി.ജെ.പി. നേതൃത്വം പ്രത്യേക ദൂതൻ മുഖേന തരൂർ ക്യാമ്പുമായി ചർച്ച നടത്തിയത്. ഉപരാഷ്ട്രപതി സ്ഥാനത്തിന് പുറമെ ക്യാബിനറ്റിലെ സുപ്രധാന പദവിയും വാഗ്ദാനം ചെയ്തെങ്കിലും ബി.ജെ.പിയിൽ പ്രാഥമികാംഗത്വമെടുക്കണമെന്ന നേതൃത്വത്തിന്റെ നിലപാട് അംഗീകരിക്കാനാവില്ലെന്ന് ശശി തരൂർ വ്യക്തമാക്കിയതോടെയാണ് ചർച്ചകൾ വഴിമുട്ടിയത്. തരൂർ ഉടൻ ബി.ജെ.പി. പാളയത്തിലേക്ക് ചേക്കേറുമെന്ന രാഷ്ട്രീയ അഭ്യൂഹങ്ങൾക്കും ഇതോടെ വിരാമമായി. പാർട്ടി പരിപാടികളിൽ തരൂരിനെ പങ്കെടുപ്പിക്കേണ്ടതില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം അനൌദ്യോഗിക തീരുമാനം കൈക്കൊണ്ടതിന് പിന്നാലെ ബി.ജെ.പിയിലേക്കില്ലെന്ന് തരൂർ നിലപാട് വ്യക്തമാക്കിയതോടെ തരൂരിന്റെ തുടർ നീക്കങ്ങൾ സംബന്ധിച്ച് ആകാംക്ഷയേറുകയാണ്. പാർട്ടി നിലപാടിന് വിരുദ്ധമായി തുടർച്ചയായി മോദി സ്തുതി നടത്തിയ തരൂരുമായി ഇനിയൊരു അനുനയ ചർച്ചയ്ക്ക് കോൺഗ്രസ് ദേശീയ നേതൃത്വം തയ്യാറായേക്കില്ലെന്നാണ് സൂചന. അതേസമയം ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ ഉൾപ്പെടെ ശശി തരൂരിനായി സമ്മർദ്ദം ശക്തമാക്കുന്നതാണ് കോൺഗ്രസ് നേതൃത്വത്തെ കുഴയ്ക്കുന്നത്. തരൂരിനെതിരെ തിടുക്കത്തിൽ ഒരു നടപടിക്ക് ഹൈക്കമാൻഡ് തയ്യാറാകാത്തതും സഭാ നേതൃത്വത്തിന്റെ നിലപാട് കണക്കിലെടുത്തെന്നാണ് വിവരം. ഡാൻ കുര്യൻ, ന്യൂസ് 18 ഏറ്റെടുക്കുകയാണ്. ഈ ജഗ്ദീപ് ധൻഖർ ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് രാജിവെക്കാനിടയായ സാഹചര്യം അത് അനാരോഗ്യമാണ് ഔദ്യോഗികമായ വിശദീകരണ കുറിപ്പിലുള്ളതെങ്കിലും അതിനപ്പുറത്തേക്ക് അതിന് പിന്നിൽ ചില രാഷ്ട്രീയ കാരണങ്ങളുണ്ട് എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ തരത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശശി തരൂരിന് വേണ്ടി വഴിയൊരുക്കുന്നതിന്റെ നീക്കത്തിന്റെ ഭാഗമായാണ് ഇങ്ങനെ ജഗ്ദീപ് ധൻഖർ രാജിവെച്ചത് എന്ന തരത്തിലുള്ള പ്രചാരണം കോൺഗ്രസ് ക്യാമ്പിലടക്കം വലിയ തരത്തിൽ സജീവമായിരുന്നു. അതിനിടയിലാണ് ശശി തരൂരിനെ ആ സ്ഥാനത്തേക്ക് പരിഗണിപ്പിക്കും, സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ അടക്കം തരൂരിനെ മത്സരിപ്പിക്കാനുള്ള നീക്കം ബി.ജെ.പി. കേന്ദ്രങ്ങൾ നടത്തുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചത്. അതിനിടയിലാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി പ്രത്യേക ദൂതൻ മുഖേന തരൂരുമായി സംസാരിച്ചിരിക്കുന്നത്. പക്ഷേ തരൂർ തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് താൻ മത്സരിക്കാനില്ല, ബി.ജെ.പിയിൽ അംഗത്വം എടുത്തുകൊണ്ടുള്ള ഒരു പദവിയും തനിക്ക് വേണ്ട എന്ന് കൃത്യമായി ശശി തരൂർ കേന്ദ്ര സർക്കാരിനെ നിലപാട് അറിയിച്ചിരിക്കുകയാണ്. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ നിർണായകമായ പല ദൌത്യങ്ങളിലും തരൂരിനെ ഒപ്പം നിർത്തണമെന്ന താൽപര്യത്തിലാണ്. അങ്ങനെയാണ് അദ്ദേഹം നേരത്തെ വിദേശ പര്യടനമടക്കം രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് വിദേശ പര്യടനങ്ങളടക്കം നടത്തിയത്. പക്ഷേ ഈ ബി.ജെ.പിയിൽ അംഗത്വം എടുത്തുകൊണ്ടുള്ള പദവികൾ ഏറ്റെടുക്കാൻ താനില്ല എന്ന നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നതോടെ തരൂർ ബി.ജെ.പിയിലേക്ക് എന്ന ചോദ്യങ്ങൾ ഏറെക്കുറെ അവസാനിക്കുന്ന സാഹചര്യമാണ്. അങ്ങനെയാണെങ്കിൽ തരൂരിന്റെ തുടർ നീക്കങ്ങൾ എന്താകുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, പാർലമെന്റ് സമ്മേളനത്തിൽ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തരൂരിന് സംസാരിക്കാൻ കോൺഗ്രസ് അവസരം നൽകിയിട്ടില്ല. സംസ്ഥാനത്തും തരൂരിനോട് അകലം പാലിച്ചു നിൽക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. തിരുവനന്തപുരത്തടക്കം പാർട്ടി പരിപാടികളിൽ തരൂരിനെ പങ്കെടുപ്പിക്കേണ്ടതില്ല എന്ന ഒരു അനൌദ്യോഗിക തീരുമാനം പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ട്. അങ്ങനെയിരിക്കെ താൻ ബി.ജെ.പിയിലേക്ക് പോകുന്നില്ല എന്ന് പറയുകയും കോൺഗ്രസ് നേതൃത്വവുമായി അകലം തുടരുകയുമാണ് ചെയ്യുന്നതെങ്കിൽ പിന്നെ തരൂരിന്റെ തുടർ നീക്കം എന്താകുമെന്നതാണ് ഏറ്റവും ഉദ്യോഗമുണർത്തുന്ന ചോദ്യം. അത് സംബന്ധിച്ച വൈകാതെ തന്നെ ഒരു വ്യക്തത കൈവരുമെന്നാണ് വിവരം. എന്തായാലും തരൂർ ബി.ജെ.പിയിലേക്കോ എന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു വിരാമം ആയിരിക്കുന്നു. ഈ ബി.ജെ.പിയിൽ അംഗത്വം എടുത്തുകൊണ്ടുള്ള ഒരു നീക്കത്തിനും താനില്ല എന്നാണ് പ്രത്യേക ദൂതൻ മുഖേന കേന്ദ്ര സർക്കാരിനെ ശശി തരൂർ അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായും ബി.ജെ.പിയിലേക്ക്